മെത്രാൻ സിനഡിന് മുകളിൽ ഒരു സഭാ സിനഡ് തന്നെ മെത്രാന്മാരും അൽമായരും സന്യസ്തരും വൈദികരും എല്ലാം ഉൾപ്പെടുന്ന ഒരു സഭാ സിനഡ് രൂപപ്പെടുത്തണമെന്നുള്ള ആവശ്യം ശക്തമായി ഉണ്ടാവുക. അതുകൂടാതെ ഓരോ രൂപതയ്ക്കും ഒരു സിനഡ് ഉണ്ടാകണം. ആ സിനഡിന് അധികാരങ്ങൾ ഉണ്ടാകണമെന്ന് ഈ സഭ അൽമായ അങ്ങനെ വളരെ വിപ്ലവാത്മകമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ സിനഡിനെ ഈ ഒരു സിനഡിനെ തള്ളിപ്പറഞ്ഞുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശിവമർമ്മത്തിനെ ഞങ്ങൾ ഒരിക്കലും ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഓൺ ചെയ്യാത്ത ഒരാളെ തള്ളിപ്പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഞങ്ങളതിനെ കൺസിഡർ ചെയ്തില്ല. ഞങ്ങളെ ഓൺ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മെത്രാന്മാരെല്ലാവരും കൂടി ഒരു സിനഡ് കൂടി അതിനെ മെത്രാൻ സിനഡ് എന്ന് പറയും. സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ പേര് ബിഷപ്പ് സിനഡ് എന്നാണ്. അൽമാരെല്ലാവരും കൂടി ഒരു സിനഡ് കൂടിയാണ് അൽമായ സിനഡ് എന്ന് പറയുന്നത്. അതിനങ്ങനെ ഒരു പേരിട്ടുന്നേ ആക്ച്വലി സിനഡൽ കൗൺസിൽ മെത്രാന്മാരുടേത് കാനൻ നിയമപ്രകാരം അധികാരങ്ങളുള്ള ഒരു പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. ഞങ്ങളത് അങ്ങനെയല്ല. സിനഡ് എന്ന വാക്കിനൊരർത്ഥമുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഒരുമിച്ച് നടക്കുക എന്നുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ അൽമാരെല്ലാവരും കൂടി ഒരുമിച്ച് നടക്കണം. അതിനപ്പുറത്തേക്ക് യാതൊരു അർത്ഥമില്ല. അതില്ലാത്ത കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് മീഡിയാക്കൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ ഏതെങ്കിലും പ്രസ്താവനകൾ ഇറക്കുന്നതിന് ഞങ്ങൾ വളരെ ബാലിശമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ സഭയെ കൂടുതൽ പ്രധാനപ്പെട്ട സമയമാണ് 100%. അത് നമ്മുടെ ആവശ്യമല്ല. അത് സഭയുടെ അതായത് ആഗോള കത്തോലിക്ക സഭ അത് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതുകൊണ്ടല്ല. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞേക്കുന്നത് സിനഡാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷനല്ല, അത് സഭയുടെ അടിസ്ഥാന പേരാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടായേ പറ്റും. അതെനിക്ക് അതിൽ നമുക്ക് ഒഴിവാകാൻ പറ്റും. അത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇന്ത്യൻ സിനഡൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് അൽമായ സിനഡ് നടത്തുവാൻ തീരുമാനിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി ആദ്യമായി പ്രസ് റിലീസ് പുറത്തുവിടുകയുണ്ട്. ആ പ്രസ് റിലീസ് പുറത്തുവിട്ട് ഉടൻ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളെ ഇതിന് ഓൺ ചെയ്തുകൊണ്ട്, അതായത് ഇതിൽ പങ്കെടുക്കണം, ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ഇമെയിൽ വഴിയും അല്ലാതെയും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഉടൻ തന്നെ ഞങ്ങളുടെ ബിഷപ്പായ നിലവിലുള്ള ചുമതലയുടെ ബിഷപ്പായ മാർ ജോസഫ് പാമ്പ്ലാനെയും കൂരിയെയും ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഞങ്ങൾ അവരെ കാണുന്നു. ഞങ്ങൾ കാണുന്ന സമയത്ത് അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളത് അല്പം പോസ്റ്റ്പോൺ ചെയ്യണം, നീട്ടി വെക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ നടത്തേണ്ടതല്ല എന്നാണ്. ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഈ അൽമായ സിനഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ്. അവർ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചോദിച്ചു, സിനഡ് എന്ന വാക്ക് മെത്രാന്മാർക്ക് വല്ല പേറ്റന്റ് ഉള്ളതാണോ, അൽമാർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞ 8 വർഷമായി സമരമുഖത്തുള്ള അൽമായ നേതൃത്വം ഒരു ഘട്ടത്തിലും ഇവിടുത്തെ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ, ഞങ്ങളെ ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാത്തവർ ഞങ്ങളെ തള്ളിപ്പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അസൂയയിൽ നിന്നുള്ള ഉടലെടുത്ത കാര്യങ്ങളാണ്. കാരണം സീറോ മലബാർ സഭ തന്നെ ഓരോ രൂപതയിലും നടത്തണമെന്ന് ഫ്രാൻസിസ് പാപ്പ തന്നെ ആഹ്വാനം ചെയ്ത സിനഡൽ കൗൺസിൽ ഇവർ ലോകത്ത് എന്ന് ഒരു രൂപതയിൽ നടത്താത്ത സാധനം എറണാകുളം അതിരൂപതയിൽ അതിരൂപത അൽമായ നേരിട്ട് നടത്തുന്നതിനുള്ള അസ്വസ്ഥയും അസൂയയും മാത്രമാണ് അതിനു വേണ്ടി. ഞങ്ങളിവിടെ കൃത്യമായ ഫോളോ അപ്പോടുകൂടി 5 ക്ലാസുകൾ നടത്തുന്നു. ഇതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. ഇതിന് 2ഉം 3ഉം ഘട്ടങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ 2ാം ഘട്ടമായി എല്ലാ കൊറോണകളിലും 16 കൊറോണയിലും ഇത്തരത്തിലുള്ള അൽമായ സിനഡുകളുടെ 2ാം ഭാഗം നടക്കും. അതിനുശേഷം അത് ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടിങ്ങുമായി 3ാം ഘട്ടം ഇതേപോലെ തന്നെ ഇവിടെ അൽമായ സിനഡിൻ്റെ 3ാം ഘട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ചർച്ചകൾ അവസാനിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപാട് കാലം സഭയിൽ ഒരു വിഭജനം പറ്റി നമുക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്ത് ഇപ്പോഴൊരു സാഹചര്യമാണ് സഭയിൽ ഐക്യം. എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു ഐക്യത്തിൻ്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എറണാകുളം അതിരൂപതയിൽ ഐക്യം ഉണ്ടാകുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു നേതൃത്വം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അതായത് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില മെത്രാന്മാർ തന്നെ, വ്യക്തിപരമായിട്ട് പേരുകൾ പറയേണ്ടതില്ലെങ്കിലും ചില മെത്രാന്മാർ തന്നെ എറണാകുളം അതിരൂപതയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത് സഹിക്കാൻ പറ്റാതെ അതിന് ഇടങ്ങൂരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവർ അവരുടെ സമയം മുന്നോട്ട് പോയിക്കോട്ടെ, ഞങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ
അൽമായ മുന്നേറ്റത്തിനും ഞങ്ങളുടെ വിശ്വാസികൾക്കും ഞങ്ങളുടെ വൈദികർക്കും ഞങ്ങളുടെ സന്യസ്തർക്കും കൃത്യമായ ദിശാബോധമുണ്ട്. അവർ അതനുസരിച്ചാണ് സമരമുഖത്ത് വന്നത്. ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകുക തന്നെ. ഫലപ്രദമായി ഇടപെടാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിരൂപതയുടെ പ്രൊക്രേറ്റർ, കൂരിയ അംഗങ്ങൾ, ഉപദേശ സമിതി അംഗങ്ങൾ എന്നീ പദവികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള വൈദികരുടെ ഒരു പാനൽ അൽമായ മുന്നേറ്റം തയ്യാറാക്കി നൽകണം. തെരഞ്ഞെടുപ്പിൽ ഈ പാനൽ നിശ്ചയമായി പരിഗണിക്കണം. അതിരൂപതയുടെ പ്രൊക്രേറ്റർ സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള സത്യസന്ധരായ അതിരൂപത അംഗങ്ങളെ അൽമായരെ നിർബന്ധമായി പരിഗണിക്കണം. പ്രൊക്രേറ്റർ സ്ഥാനം അൽമായർക്കായി റിസർവ് ചെയ്യണം. ഇപ്രകാരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനും ഫലപ്രദമായി ഇടാനും സഭയ്ക്ക് കഴിയും, അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ആശയമാണ് ഞങ്ങൾക്കുണ്ടായത്. നന്ദി, നമസ്കാരം. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം 2025 ആഗസ്റ്റ് 15, 16 തീയതികളിലായി കലൂർ റിന്യൂവൽ സെന്ററിൽ അൽമായ സിനഡ് എന്ന പേരിൽ നടത്തിയ സിനഡൽ കൗൺസിൽ പുറത്തിറക്കുന്ന പ്രസ്താവന. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 250 ഇടവകകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സിനഡൽ കൗൺസിലിൽ പങ്കെടുത്തത്. സീറോ മലബാർ സഭയിലെ മെത്രാൻ സിനഡിന് ഒരു ബദൽ സിനഡ് എന്ന രീതിയിലല്ല ഈ സിനഡൽ കൗൺസിൽ സംഘടിപ്പിച്ചത്. സിനഡ് എന്ന വാക്കിന്റെ അർത്ഥം ഒരുമിച്ച് നടക്കുക എന്ന് മാത്രമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അൽമായ മുന്നേറ്റത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് നടന്ന് സീറോ മലബാർ സഭ ഒരു സിനഡൽ സഭയാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സ്വന്തം പോരായ്മകൾ സഭ സമ്മതിക്കേണ്ടതുണ്ട്. FD 55. സീറോ മലബാർ സഭയുടെ പാരമ്പര്യമനുസരിച്ച് അൽമായ ഭൂരിപക്ഷമുള്ള ഭരണക്രമം പുനഃസ്ഥാപിക്കാൻ സഭ തയ്യാറാകണം. സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമ രേഖയിലെ ഈ ആഹ്വാനത്തിന്റെ ചൈതന്യം സ്വീകരിക്കാൻ സീറോ മലബാർ സഭ തയ്യാറാകേണ്ടതുണ്ട്. മീഡിയ കമ്മീഷൻ. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും അവസാനിപ്പിക്കണമെന്ന് സിനഡൽ കൗൺസിൽ ആവശ്യപ്പെടുന്നു. അൽമായ സിനഡ് വെല്ലുവിളിയാണെന്ന പേരിലുള്ള മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എറണാകുളത്തെ ദൈവജനത്തോടുള്ള വെല്ലുവിളിയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വന്തമായി ഒരു ഭരണ സംവിധാനം നിലവിലുള്ളപ്പോൾ ആ അതിരൂപതയിലെ വിശ്വാസി സമൂഹം നടത്തുന്ന ഒരു സ്വകാര്യ പരിപാടിയെ അപലപിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെയും ദൈവജനത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത എന്നത് ഒരു പ്രത്യേക സഭയാണ്, എ പർട്ടിക്കുലർ ചർച്ച്. അതിലെ ആഭ്യന്തര കാര്യങ്ങളിൽ സീറോ മലബാർ മീഡിയ കമ്മീഷൻ കൈകടത്തേണ്ടതില്ല. ഞങ്ങളുടെ അതിരൂപതയിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാൻ ഇവിടെ ബിഷപ്പുമാരും ഭരണ സംവിധാനങ്ങളുമുണ്ട്. തൽക്കാലം പുറത്തു നിന്ന് മറ്റാരെയും വേണ്ട. ഇനിയും ഇത് തുടർന്നാൽ അൽമായ മുന്നേറ്റം ശക്തമായി പ്രതികരിക്കും. അൽമായ മുന്നേറ്റം എന്ന സംഘടന നടത്തുന്ന ഒരു പരിപാടി സീറോ മലബാർ സഭയ്ക്ക് വെല്ലുവിളിയാണെന്നാണ് മീഡിയ കമ്മീഷൻ പറയുന്നത്. മീഡിയ കമ്മീഷൻ ഇത്ര ചീപ്പാവരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ ഭയപ്പെടരുത്. മെത്രാൻ എവിടെയാണോ ജനം മുഴുവൻ അവിടെ മെത്രാന് പിന്നിൽ അണിനിരക്കുമെന്നത് പണ്ട് കാലത്തെ സിദ്ധാന്തമാണ്. കാലം മാറി, സഭയുടെ പഠനങ്ങളും ചിന്താഗതികളും മാറി. സഭ ഏറെ മുന്നോട്ട് പോയിട്ടും മീഡിയ കമ്മീഷൻ ഇപ്പോഴും പ്രാചീന സഭയിലാണ്. സഭയുടെ പുതിയ പഠനങ്ങൾ പഠിക്കാൻ മീഡിയ കമ്മീഷൻ തയ്യാറാവണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെടുകയാണ്. ചുരുങ്ങിയ പക്ഷം സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമ രേഖയെങ്കിലും മീഡിയ കമ്മീഷൻ വായിക്കാൻ തയ്യാറാകണം. മെത്രാന്മാരുടെ സിനഡ് സഭ മുഴുവനും പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അത് കുറച്ച് മെത്രാന്മാരെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. 80 വയസ്സ് തികഞ്ഞ സീനിയർ മെത്രാന്മാരെ പോലും അത് പ്രതിനിധീകരിക്കുന്നില്ല. അങ്ങനെ പറയുന്നത് സിനഡോൺ സിനഡാലിറ്റിയുടെ ചൈതന്യത്തിന് നിരക്കുന്നതുമല്ല. ലേ ഇൻവെസ്റ്റിച്ചർ എന്ന പദം ഉപയോഗിക്കുന്നത് എവിടെയാണെന്നെങ്കിലും മീഡിയ കമ്മീഷൻ പഠിക്കണ്ടേ. അതിൻ്റെ അർത്ഥം അൽമായ ആധിപത്യം എന്നല്ല. രാജാക്കന്മാരും ചക്രവർത്തിമാരും പണ്ട് സഭയിലെ ബിഷപ്പുമാരെ വാഴിച്ചിരുന്നു. അത്തരം പ്രവണതകളെ സൂചിപ്പിക്കുന്ന വാക്കാണത്. സഭയുടെ പഠനങ്ങൾക്കനുസൃതമായി മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ ചർച്ച ചെയ്യുന്ന അൽമായരുടെ ഒരു സംഘടന നടത്തുന്ന സിനഡൽ കൗൺസിലിനെ ഇത്ര ഭയത്തോടെ കാണുന്നത് തികച്ചും ബാലിശമാണ്. അതൊരു സിനഡൽ സഭയുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധവുമാണ്. അൽമായ സിനഡ് എന്ന പദം തന്നെ സഭയുടെ പാരമ്പര്യത്തെയും ഘടനയെയും ശിഥിലമാക്കാൻ കരുതിക്കൂട്ടി തയ്യാറാക്കിയതും സുനഹദോസ് എന്ന പദത്തിന്റെ ദുരുപയോഗവുമല്ലേ. കമ്മീഷന്റെ ചോദ്യം ഇതാണ്:
സഭാ പഠനങ്ങളനുസരിച്ച് സിനഡ് എന്ന വാക്കിന് ഒരുമിച്ച് ഉള്ള നടത്തമെന്നാണ് അർത്ഥം. മെത്രാൻമാർ സിനഡ് കൂടുമ്പോൾ അത് മെത്രാൻ സിനഡ് ആവുന്നെങ്കിൽ അൽമായർ സിനഡ് കൂടിയാൽ അത് അൽമായ സിനഡ് ആകും. അത്രയേ ഉള്ളൂ. അൽമായ മുന്നേറ്റത്തിൻ്റെ നിലപാട്, സീറോ മലബാർ സഭയുടെ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും എതിരായി നാളുകളായി പ്രവർത്തിച്ചു വരുന്ന അൽമായ മുന്നേറ്റം എന്ന കമ്മീഷന്റെ പ്രയോഗം ഇഷ്ടപ്പെട്ടു. അൽമായ മുന്നേറ്റം സീറോ മലബാർ സഭയുടെ നിലപാടുകൾക്ക് എതിരായോ അനുകൂലിച്ചോ പ്രവർത്തിക്കാൻ രൂപപ്പെട്ട സംഘടനയല്ല. അത് സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കും വേണ്ടി നിലപാടെടുക്കാൻ രൂപപ്പെട്ട സംഘടനയാണ്. സീറോ മലബാർ സഭ സത്യത്തിനൊപ്പം നിന്നാൽ അൽമായ മുന്നേറ്റം ഒപ്പം നിൽക്കും. മറിച്ചായാൽ എതിർക്കുക തന്നെ ചെയ്യും. അപ്പസ്തോലിക നേതൃത്വം അപ്പസ്തോലികമല്ലാത്തത് ചെയ്താൽ എതിർക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ നിലപാടുകൾ വിഷയാധിഷ്ഠിതമാണ്. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം കമ്മീഷൻ എഴുതിയത് ബൈബിൾ വായിക്കാതെയാണ്, സന്ദർഭത്തിന് യോജിക്കുന്നതല്ല എന്ന് പറയുന്നു. മീഡിയ കമ്മീഷന്റെ മറ്റൊരു അവകാശവാദം സഭയുടെ ശ്ലൈഹിക നേതൃത്വവും വൈദിക ഗണവും അൽമായ വിശ്വാസികളും സന്യസ്തരും ഒരുപോലെ പങ്കുകാരായ ഒരു സഭാഘടന നമുക്കുണ്ട് എന്നാണ്. ഇത്തരം കള്ളങ്ങൾ ആവർത്തിക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. അടുത്തത് സഭാ സിനഡ് രൂപീകരിക്കണം നമ്മുടെ ഒരു ആവശ്യമായിട്ടാണ്, അടുത്ത ഹെഡിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സീറോ മലബാർ സഭയിൽ മെത്രാന്മാരുടെ സിനഡ് മാത്രമാണുള്ളത്. ഒരു സഭാ സിനഡ് പോലുമില്ല. സീറോ മലബാർ സഭയിലെ ദൈവജനത്തിനും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയിൽ മെത്രാന്മാർ മാത്രമാണുള്ളത്. അത് ഒരു സിനഡൽ സഭയ്ക്ക് യോജിച്ചതല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമ രേഖയുടെ വെളിച്ചത്തിൽ സിനഡ് സംവിധാനങ്ങളിൽ സത്വര മാറ്റങ്ങൾ വരുത്തണം. മെത്രാൻ സിനഡിന് മുകളിൽ ഒരു സഭാ സിനഡ് രൂപീകരിക്കാൻ സീറോ മലബാർ സഭ തയ്യാറാവണം. വൈദികരും അൽമായരും സന്യസ്തരും അടങ്ങുന്ന സിനഡ് രൂപീകരിക്കണം. സഭയുടെ നയരൂപീകരണ അധികാരം അത്തരത്തിലുള്ള സഭാ സിനഡിൽ നിക്ഷിപ്തമാവണം. അതിൽ 50% അൽമായരുണ്ടാവണം, 40% സ്ത്രീകൾ ഉണ്ടാവണം. അവരെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാവണം. ബിഷപ്പുമാരുടെ നോമിനികൾ ആവരുത്. സഭയുടെ പ്രത്യേക നിയമത്തിൽ ഇതിനനുസൃതമായ ഭേദഗതികൾ കൊണ്ടുവരണം. സിനഡാലിറ്റി എന്നത് ഫ്രാൻസിസ് പാപ്പ സഭയ്ക്ക് നൽകിയ ഒരു ഓപ്ഷനല്ല, അത് സഭയുടെ സ്വഭാവമാവണം എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അടുത്തത് രൂപതാ സിനഡുകൾ രൂപീകരിക്കണം. എല്ലാ രൂപതകളിലും സിനഡുകൾ ഉണ്ടാകണം. ബിഷപ്പുമാരാവാൻ സാധ്യതയുള്ളവരെ കുറിച്ച് പഠിക്കേണ്ടത് രൂപതാ സിനഡാണ്. രൂപതയുടെ നയരൂപീകരണവും ഭരണാധികാരങ്ങളും അന്തിമമായി രൂപതാ സിനഡിൽ നിക്ഷിപ്തമാവണം. ഇതിനായി അതിരൂപത നിയമാവലി പരിഷ്കരിച്ച് വികസിപ്പിക്കണം. അടുത്തത് പ്രവാസികളെ പീഡിപ്പിക്കരുത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനിച്ചു വളർന്ന പ്രവാസികളായ വിശ്വാസികൾക്ക് അവിടങ്ങളിൽ ജനാഭിമുഖ കുർബാന ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. പ്രവാസികളായ വിശ്വാസികൾ ബിഷപ്പുമാരിൽ നിന്ന് വലിയ അനീതിയാണ് നേരിടുന്നതെന്ന് സിനഡൽ കൗൺസിലിൽ പങ്കെടുത്ത പ്രവാസികളുടെ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ആ പ്രതിനിധികൾ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തത് തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ അൽമായരെ ഉൾപ്പെടുത്തണം. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള എല്ലാ ഘട്ടങ്ങളിലും അൽമായരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. FD 77A. ഇതനുസരിച്ച് അതിരൂപതയുടെ സ്ഥാപനങ്ങളിലും മറ്റ് സംവിധാനങ്ങളിലും തീരുമാനമെടുക്കാനുള്ള സമിതികളിൽ അൽമായർക്ക് 50% പ്രാതിനിധ്യം ഉറപ്പാക്കണം. അതിനായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമഗ്രമായ പഠനം നടത്തണം. സത്വരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണം. ഘടനാപരമായ മാറ്റങ്ങൾ സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയുടെ വെളിച്ചത്തിൽ സീറോ മലബാർ സഭയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും വരുത്തേണ്ട ഘടനാപരമായ മാറ്റങ്ങളെക്കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ നടത്താൻ സിനഡൽ കൗൺസിൽ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്നു. അൽമായ സിനഡിന്റെ 2ാം ഘട്ടത്തിന് മുമ്പ് അത് സംബന്ധിച്ച പഠനങ്ങൾ പൂർത്തിയാക്കി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഇത്രയുമാണ് ഞാൻ എഴുതി വച്ചിരുന്നത്. നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുള്ളവർക്കൊന്ന് കൈവക്കിക്കോ. എല്ലാവർക്കും സമയം തരാം. ഇവിടെ സഭ സ്വന്തം തെറ്റുകൾ സമ്മതിക്കേണ്ടതുണ്ട് എന്ന് ആദ്യം പറഞ്ഞു. അതിനകത്ത് സ്വന്തം തെറ്റുകൾ സമ്മതിച്ചാൽ പോലെ തിരുത്തുക തന്നെ വേണം. സഭ സ്വന്തം തെറ്റുകൾ തിരുത്തുക തന്നെ വേണം. അത് പറയുന്നത് പറഞ്ഞ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് FD 55 ആ സഭ സ്വന്തം തെറ്റുകൾ സമ്മതിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഫൈനൽ ഡോക്യുമെന്റിന്റെ ഒരു കൊട്ടേഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സിനഡോൺ സിനഡാല് അതാണ് FD ഫൈനൽ ഡോക്യുമെന്റ്. അത് മനസ്സിലായി.
അന്തിമരേഖ അതാണത്. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി എഴുതുമ്പോഴേ ഇമ്മച്യൂരിറ്റി എന്ന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ടല്ലോ, അത് മലയാളത്തിൽ എങ്ങനെയാലും ഒടുത്തിരി കേട്ടാണ് അത് ഞങ്ങൾ അവരുടെ മാനസിക ഒരു കാര്യം കൂടി ഉണ്ട്, ഒരാൾ ചീപ്പാകരുത് എന്നുള്ളത്. നിങ്ങൾ കൈ പൊക്കി നിന്നവർ ആദ്യം സംസാരിച്ചിട്ട് അതിനുശേഷം ബാക്കിയുള്ളവർക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവരുടെയും കേൾക്കാം. പറയൂ. നിലവാരമില്ലാത്ത ഈ കമ്മീഷനെ ഇത്രയധികം കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് നിലവാരമില്ലല്ലോ. ഞാൻ പറഞ്ഞത് പറഞ്ഞോ. ഒന്ന് മീഡിയ കമ്മീഷന്റെ കാര്യത്തില് നമ്മൾ അപലപിക്കണം, അങ്ങനെ വാക്കുകൾ ചേർക്കണം. മറ്റു കാര്യം പ്രവാസികൾക്ക് സിനഡന്മാരുടെ കാര്യത്തില് ഈ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആളുകൾക്ക് ആവശ്യമില്ല അടിച്ചേൽപ്പിച്ച സിനഡ് കുർബാന പിൻവലിക്കണം, അത് എഴുതി ചേർക്കണം, ആവശ്യപ്പെടണം. മറ്റൊരു കാര്യം, കർണാടക രൂപയെ കുറിച്ചുള്ള കാര്യത്തിൽ സമയബന്ധിതമായിട്ട് മാർപ്പാപ്പ വത്തിക്കാൻ അനുശാസിച്ച റെസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കണം. ഈ 3 കാര്യം ചേർക്കണം. എതിരല്ല എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെന്താണ് നമ്മൾ പറഞ്ഞാൽ പോലെ സൈഡിന് ഞങ്ങൾ എതിരല്ല എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അടിമത്ത മനോഭാവമാണ്. ഒന്ന്, നമ്മൾ ആ വാചകത്തിൽ മെത്രാൻ സിനഡിനെതിരല്ല എന്നല്ല എഴുതിയേക്കുന്നത്. നമ്മൾ എഴുതിയേക്കുന്നത് മെത്രാൻ സിനഡിന്റെ ബദൽ സിനഡല്ല, ഇത് നമ്മൾ അൽമായരുടെ സിനഡാണെന്നാണ് എഴുതിയേക്കുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു തരത്തിലുള്ള ഒരു പൊസിഷൻ കൊടുത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്യും. ഒരു വചനം ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഉൾപ്പെടുത്താതെയുള്ള യാതൊരുവിധ ബിഷപ്സിനും നമുക്ക് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. ദൈവജനത്തിന് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ള സിനഡ് ആയിരിക്കണം. എത്ര ആധിപത്യമായിട്ടുള്ള ബാധ്യതയില്ല. ഡോക്ടർ 1000 ദിവസമായിട്ട് പ്രശ്നಕ್ಕೆ അടഞ്ഞിട്ട് അടുത്ത സിനഡിന് 1000 ദിവസം സിനഡിങ്ങനെ കൊടുക്കുന്നതിന് എന്താ കാര്യം? പരാജയമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എതിര് പറയും. ഉറപ്പുള്ള 1000 ദിവസം നമുക്കൊന്ന് അച്ഛന്മാരെങ്കിലും ആളെ ആയിരിക്കണം ഒരു മെത്രാനായിട്ട് വരുന്നത്. ഞാനിതിനകത്ത് ഒരു ലാസ്റ്റാണ് അല്ല, പല പ്രാവശ്യം അൽമായ മുന്നേറ്റം എന്ന സംഘടന എന്ന് പറഞ്ഞു. അതിന് പകരം വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന് പറയാൻ പറ്റില്ലേ? പറയാം. സൂരജ് അവിടെ നിന്ന് പറഞ്ഞാൽ കേൾക്കല്ലേ? ഒരു കാര്യം, ഈ കരീൽ പിതാവ് ഇഷ്യൂ ഉണ്ടായപ്പോ ചെയ്തതുപോലെ എന്നൊരു പ്രതിപാദ്യം അവിടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അച്ഛന്മാരെ കാണാൻ പോയതും അൽമായരെ കാണാൻ പോയതും കരീൽ പിതാവ് ചെയ്ത പോലെ എന്നൊരു ഹിന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. കേട്ടതുപോലെ. ഓക്കെ, ഈ വിഷയം നിർത്തി അടുത്ത അല്ല, നമ്മൾ 6 മാസത്തിലൊരിക്കൽ ഈ അൽമായ സിനഡ് പിടിച്ചുവിടണം. അല്ല, അതൊക്കെ അടുത്ത വിഷയമാണ്. അടുത്ത വിഷയമാണ്. നിങ്ങൾക്ക് എതിർ അഭിപ്രായമുള്ളവർ മാത്രം കൈവക്കണം, അനുകൂല അഭിപ്രായമുള്ളവർ കൈവക്കേണ്ടതില്ല. ഒന്ന്, മീഡിയ കമ്മീഷനെ അപലപിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു. അപലപിക്കേണ്ടതില്ല എന്ന് തോന്നുന്നവർ മാത്രം ഒന്ന് കൈവക്കാമോ? അപലപിക്കണം. ഓക്കെ, ഫൈൻ. ഇനി പറയല്ലേ ജോമോനെ, നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയല്ലേ, പ്ലീസ്. അടുത്തത് അടുത്തത് ഞാൻ പറഞ്ഞത് ജോമോനെ, നമ്മൾ ഇത്ര ആളുകളോട് ചോദിക്കുന്നു മീഡിയ കമ്മീഷനെ അപലപിക്കണ്ട എന്ന് പറയുന്ന കഷ്ടിച്ച് ഒരാള് അല്ല 2 ആളേ ഉള്ളൂ. ബാക്കി എല്ലാവരും നേരെ തിരിച്ചു പറയുന്നു. നമുക്ക് ഫൈൻ, നമുക്ക് നോക്കാം. അടുത്ത 1000 ദിവസമായി ബസിലിക്ക പൂട്ടിക്കിടക്കുന്നതിനെ കുറിച്ച് ഇതിനകത്ത് സൂചിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് സൂചിപ്പിക്കണ്ട എന്ന അഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അത് സൂചിപ്പിക്കണമെന്നാണ്.
ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അവർ തന്നെ കൊണ്ടുവന്ന് എഴുതി തന്ന ഒരു രാഷ്ട്രീയ പ്രമേയമാണ് അത്. എന്നോട് വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വായിക്കുകയാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിടുകയാണ്. കേരള നിർമ്മിതിയിൽ ഒത്തിരി സംഭാവന നൽകിയ സമൂഹമാണ് കേരള കത്തോലിക്ക സമൂഹം. സമകാലീന കേരളത്തിലും സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ ആതുര മേഖലയിൽ ഉൾപ്പെടെ അമൂല്യമായ സംഭാവന നൽകിയ സീറോ മലബാർ സഭ നൽകുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ ഭരണതലങ്ങളിൽ നിന്നും സീറോ മലബാർ സമൂഹം, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത സമൂഹം തഴയപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ജില്ലയിൽ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാണ് സീറോ മലബാർ സഭ. ആയതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എറണാകുളം അങ്കമാലി രൂപതകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ ഒരു രാഷ്ട്രീയ കാര്യ സമിതി രൂപീകരിക്കണമെന്ന് അൽവായസിനോട് ആവശ്യപ്പെടുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പണ്ട് നമ്മളൊരു കത്തോലിക്ക കോൺഗ്രസ് രൂപീകരിച്ചു. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അന്നത്തെ പ്രവർത്തകര്, അന്ന് ഞങ്ങൾ ഒപ്പനായിട്ട് പറഞ്ഞാണ്, അന്നുണ്ടായിരുന്ന ആ BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് ഈ സഭയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത്. അതൊന്നും ഓർമ്മയിലേക്ക് നല്ലതാണ്. വളരെ സിമ്പിൾ ആണ് ചോദ്യം. അൽമായ മുന്നേറ്റത്തിന് ഒരു രാഷ്ട്രീയ കാര്യ സമിതി ആവശ്യമാണോ അല്ലയോ? ഞാൻ പറയട്ടെ, അല്ല, നമ്മൾ ഒരുമിച്ച് തീരുമാനം എടുക്കണുള്ളൂ. ഞാൻ പറയട്ടെ, ആവശ്യമാണ് എന്ന് പറയുന്നവർ മാത്രം ഒന്ന് കൈവെക്കാം. ഇത് നിൽക്ക്, ഞാൻ വോട്ടർ എടുക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 272 പേരാണ് ഇവിടെ ഉള്ളത്. അതിൽ രാഷ്ട്രീയ കാര്യ സമിതി ആവശ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് 12 പേർ മാത്രമാണ്. അതുകൊണ്ട് ഈ ആവശ്യം തള്ളിക്കളയും. ഇന്നത്തെ ചർച്ചയിൽ വന്നൊരു സാധനം, മതബോധന രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ വേണമെന്നും ആനുകാലിക സാഹചര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കി നിലവിലുള്ള മതബോധന പുസ്തകങ്ങൾ പുനരുദ്ധരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇങ്ങനെ കേൾക്കൂ, ഞാൻ പറയണമെന്ന് കേൾക്കും, നിങ്ങൾ വികാരം കൊള്ളണ്ടേ. ഇങ്ങനെ ഒരു ആവശ്യം നമ്മുടെ ഈ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തോന്നുന്നവർ മാത്രം ഒന്ന് കൈവക്കാം. ഒരാൾ മാത്രമാണ്. ഒരാളിനെതിരെ 272 ഒരാളിനെതിരെ ഇത് പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആവശ്യം പ്രസ്താവനയിൽ ഉൾപ്പെടുത്തുന്നു. ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. ഈ മുഖത്ത് നിങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു ചരിത്ര സംഭവമാണ്. കാരണം സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന ഫൈനൽ ഡോക്യുമെന്റിന്റെ വെളിച്ചത്തിൽ ലോകത്ത് ഒരു രൂപതയിലും ഇന്നേ വരെ അൽമായ മുന്നേറ്റത്തിന്റെ അൽമായരുടെ ഒരു സിനഡ് നടന്നിട്ടില്ല. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ 2023 എവിടെയോ ഒരു സിനഡ് നടന്ന ഭാഗം പറയുന്നുണ്ട്. അതും സിനഡ് ഓൺ സിനഡാലിറ്റിയുമായി ബന്ധപ്പെട്ടതല്ല. അൽമായരുടെ സിനഡ് കേരളത്തിൽ ആദ്യമായി നടക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല, കത്തോലിക്ക സഭയിൽ ലോകത്ത് ആദ്യമായിട്ടാണ് സിനഡ് ഓൺ സിനഡാലിറ്റിയെ ബേസ് ചെയ്ത് അൽമായരുടെ ഒരു സിനഡ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി തീർന്നു, അതിന്റെ ഒരു ഡെലിഗേറ്റായി നമുക്ക് തീരാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്നു എന്നതിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ചുമ്മാ ഒരു ഡെലിഗേറ്റായി വന്ന് ഇതിൽ പങ്കെടുത്ത് പോവുകയല്ല. ഞാൻ ഈ 2 ദിവസവും ഇതിൽ പങ്കെടുത്ത ആളുകൾ വിവിധ ഏജിലുള്ളവരാണ്. ഏകദേശം എനിക്കോട് 22 വയസ്സ് മുതൽ ഏകദേശം 78-80 വയസ്സ് വരെയുള്ള ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും 100% കമ്മിറ്റഡ് ആണ്. സെലക്റ്റഡ് ആള് ഓരോ രൂപതയിൽ നിന്നും, ഓരോ ഇടവകയിൽ നിന്നും, ഓരോ ഫൊറോയിൽ നിന്നും പിറക്കിയെടുത്ത പോലെയാണ് നമ്മൾ ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുത്തത്. എങ്ങും പല സ്ഥലത്തു നിന്നും 1-ലധികം, 2-ലധികം, 3-ലധികം പേരെ വേണമെന്ന ആവശ്യങ്ങളുണ്ടായിരുന്നു. മറ്റ് ഒരു സംഘടനയ്ക്കും ഇത്തരത്തിൽ ഒരു സിനഡ് കൂടാൻ ആളുകളെ ഇതേപോലെ സെലക്ട് ചെയ്ത് പിറക്കിയെടുക്കേണ്ട ആവശ്യം ഇന്ന് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് സംഘടനകളായാലും മറ്റ് ഏതൊരു സംഭവം ഇതായാലും, കാരണം അൽമായ മുന്നേറ്റം ഇത് ഒരാളെ ഒരു ഇടവകയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് അതിനാണ് ഞങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടത്. ഒരാളിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമ്മൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടി. അതിൽ നിന്ന് പോലും പലരെയും നമ്മൾ വെട്ടിമാറ്റേണ്ടി വന്നു, പലരെയും പിന്നീട് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. അങ്ങനെയാണ് 278ഓളം പേർ ഇവിടെ രജിസ്ട്രേഷനുമായി ഇവിടെ ഈ ദിനത്തിൽ പങ്കെടുത്തത്. ക്ലാസുകൾ, അതിൽ പങ്കെടുത്ത വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഇനിയും ഇത് തുടരണമെന്നും 2 ദിവസം പോരാ എന്നും ആവശ്യപ്പെട്ട പലരും എൻ്റെ അടുത്ത് വന്നു. നമ്മളിതിൻ്റെ 1ാം ഘട്ടം മാത്രമാണ് ഇവിടെ നടത്തുക. ഇനി 2ഉം 3ഉം 2ാം ഘട്ടം നമ്മൾ ഫൊറോന തലങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 3ാം ഘട്ടം അതിന്റെ ക്രോഡീകരണം വീണ്ടും അതിരൂപത തലത്തിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ ഈ സിനഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇതിന്റെ തുടർ ഭാഗങ്ങളുമായി പുതിയ മുന്നേറ്റങ്ങളുമായി നമ്മൾ മുന്നോട്ട് തന്നെ പോകും. പിന്നെ അൽമായ മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ, അൽമായ മുന്നേറ്റം കുർബാന
കുർബാന വിഷയത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒന്നല്ല എന്ന് എല്ലാവരും ഒരിക്കൽ കൂടി ബോധ്യപ്പെടണം എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. നമ്മൾ സമരത്തിനോ ശക്തി പ്രകടനത്തിനോ ഒച്ചപ്പാടിനോ ബഹളത്തിനോ മാത്രമുള്ളവരല്ല. സഭയുടെ നവീകരണത്തിനും സുതാര്യതയ്ക്കും അൽമായ പങ്കാളിത്തത്തിനും വീണ്ടും ശബ്ദമായി രംഗത്ത് വരേണ്ടവരാണ്. അതിനാണ് നമ്മൾ വീണ്ടും അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരിക. കാരണം ഇവിടെ പ്രധാന പ്രശ്നം തീർന്നപ്പോൾ ഞാൻ പല യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തപ്പോൾ ഇനി നമ്മൾക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന ചർച്ചയാണ് പലരും. നമ്മളെ കഴിഞ്ഞല്ലോ, പരിപാടികൾ കഴിഞ്ഞല്ലോ, നമ്മൾക്ക് ഇനി ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ എന്ന കാഴ്ചപ്പാട് പലരും പറഞ്ഞു. ഇനിയാണ് നമ്മൾ കൂടുതൽ ചെയ്യാനുള്ളത്. നമ്മുടെ ഇടവക സമിതികൾ, ഇടവക പാരിഷ് കൗൺസിലുകൾ, കുടുംബ യൂണിറ്റുകൾ എല്ലായിടത്തും തന്നെ അൽമായ മുന്നേറ്റത്തിന്റെ ഈ സുതാര്യതയും അൽമായ പങ്കാളിത്തവും ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി ഇടവക തലങ്ങളിൽ ഉണ്ടാകേണ്ടത് അൽമായ മുന്നേറ്റത്തിന്റെയും ഈ സഭയുടെയും ഭാവിയിലേക്കുള്ള ചൂണ്ടുപറയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഇനിയുള്ള ദിവസങ്ങളിൽ ഇടവക തലങ്ങളിൽ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് മുഖ്യ പ്രാസംഗികനായിട്ട് മുഖ്യ സന്ദേശം നൽകാൻ വന്നിരിക്കുന്നത് വൈദിക സമിതിയുടെ സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാർന്ന അച്ഛനാണ്. അച്ഛനെ പ്രത്യേകിച്ച് നമ്മൾ ആരും പരിചയപ്പെടുത്തേണ്ടതില്ല. കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ സമരമുഖത്ത് എപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ ശക്തനായി നിന്നിട്ടുള്ള ഒരു വൈദിക സമിതിയുടെ സെക്രട്ടറിയാണ്. വേറെ ആരെങ്കിലും വേറെ ഒരു രൂപതയിലാണെങ്കിലും ഇത്തരത്തിൽ ഇതുപോലെ തെറിയും ആൾക്കാരുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള അറ്റാക്കും ഫോൺ വിളിച്ചുള്ള അറ്റാക്കും ഇടവക എല്ലായിടത്തും അച്ഛനെ നേരിട്ടിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരിട്ടുകൊണ്ട് ഇതേപോലെ നിൽക്കാൻ സാധിക്കില്ല. പലരും സൈലന്റ് ആവും. ഞാൻ ന്യൂട്രലാണ് എന്ന ലെവലിലേക്ക് പലരും സൈലന്റ് ആയി തീരാനാണ് ശ്രമിക്കാറ്. നമ്മുടെ വൈദികർ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന പല വൈദികരും ഇപ്പോൾ മുൻപന്തിയിൽ നിങ്ങൾ കാണാറില്ല. അവർ അവരുടെ സേഫ് സോണിൽ സൈലന്റ് ആയി നിൽക്കുകയാണ്. അവർക്കെതിരെയുള്ള അക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി സൈലന്റ് ആവുകയാണ്. അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സൈലന്റ് ആവാതെ നമ്മോടൊപ്പം ശക്തമായി നിന്ന മുണ്ടാർന്നച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ അൽമായ മുന്നേറ്റത്തിന്റെ പേരിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഔപചാരികതയുടെ പേരിൽ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഷൈജു സാറിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടുത്തെ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു. 5 ക്ലാസ്സുകളാണ് ഉണ്ടായത്. ഷൈജു സാർ ആദ്യ ക്ലാസ്സിൽ നടത്തിയ ആ പ്രകടനം അതിന്റെ ഊർജത്തിലാണ് പിന്നീടുള്ള ക്ലാസ്സുകളിൽ ആളുകൾ നിലകൊണ്ടത് എന്ന് പലരും പറഞ്ഞു. ആ സാറിനെ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും പേരിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ വേദിയിലുള്ളത് CLCയുടെ അതിരൂപത പ്രസിഡന്റ് സിനോബിയാണ്. ഞങ്ങളൊക്കെ ഏകദേശം 30 വർഷമായി ഒന്നിച്ച് അൽമായ നേതൃത്വ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പരിചയമുള്ള ആളുകളാണ്. പിന്നെ ജെറിൻ KCUവിന്റെ പുതിയ പ്രസിഡന്റാണ്. എനിക്ക് അടുത്ത പരിചയമില്ല, എങ്കിലും ജെറിനും സിനോബിയയും ഈ വേദിയിലേക്ക് ഈ അൽമായ സിനഡിലേക്ക് പ്രതിനിധിയായി തന്നെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചവരാണ്. എങ്കിലും ഇവർ ഈ അവസാന ഘട്ടത്തിലായാലും ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ ഒത്തുചേർന്നു, നമ്മുടെ ഒപ്പം ചേർന്നു. അവർ രണ്ടുപേരെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നന്ദി പറയാനായി നമ്മുടെ ഒപ്പം ഉള്ളത് ജോണേട്ടനാണ്. ജോണേട്ടനെ നിങ്ങൾക്കറിയാം, പേപ്പർ വർക്കുകൾ നമ്മുടെ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ചുമതല ഏൽപ്പിച്ചാൽ അത് കൃത്യമായി A to Z കാര്യങ്ങൾ ചെയ്യുന്ന ആള് ജോണേട്ടനാണ്. കാരണം അത്തരം വർക്കുകൾ സെക്രട്ടേറിയറ്റിലെ വർക്കുകൾ ചെയ്യാൻ ജോണേട്ടന് താല്പര്യവുമാണ്. അതിന് പ്രത്യേകമായ ഒരു വൈദഗ്ധ്യവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ സിനഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. അതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ഓഫീസ് പോലെ സ്വന്തമായി ഓഫീസ് പോലെ ഇവിടെ ഒരു ഓഫീസ് സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാറിനെ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ ഒരിക്കലും ഹാദം ചെയ്തുകൊണ്ട് സ്വാഗതം നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കുള്ള ഇപ്പോഴത്തെ ഒരു വികാരം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ഈശോയെ, ഉണ്ണി ഈശോനെ പരിശുദ്ധ അമ്മയും ഔസപിതാവും ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെന്നപ്പോൾ ഈ ശിമയോൻ എന്നുള്ള പ്രവാചകൻ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന രക്ഷ ഞാൻ കണ്ടിരിക്കുന്നു, ഇനി ഈ ദാസനെ തിരിച്ചു വിളിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നതുപോലെ വലിയ ഒരു രക്ഷയുടെ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലിനാണ് ഞാൻ നിങ്ങളും വഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള നമ്മുടെ അതിരൂപതയുടെ പോരാട്ട മുഖങ്ങളിൽ എല്ലായിടത്തും ഞാനും എൻ്റെ സഹോദര വൈദികരും ആത്മായ നേതാക്കളും എല്ലാം പറഞ്ഞിരുന്നത് എന്താണ്? 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം എന്നുള്ള വാക്ക് ഓരോ പ്രഭാഷണത്തിലും ഓരോ മീഡിയ കോൺഫറൻസിലും
നമ്മൾ ആവർത്തിച്ചിരുന്നു. വാസ്തവത്തിൽ എന്താണ് സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയുടെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, സഭയിൽ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുറവിയും ആ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്ത ആ ശ്രേണീബദ്ധമായിട്ടുള്ള അധികാരത്തിൻ്റെ തലത്തിൽ നിന്നും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് മാർപ്പാപ്പയും കർദിനാളും മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും കൂടി എടുക്കുന്ന ഒരു തീരുമാനം, അങ്ങനെ ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല സഭയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വെച്ച ആത്മായ ശക്തീകരണത്തിൻ്റെ കാര്യങ്ങൾ സാക്ഷാത്കൃതമായിട്ടില്ല. അത് സാക്ഷാത്കൃതമാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഒരു നാന്ദിയാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയുടെ പശ്ചാത്തലത്തിൽ കൂടിയ ഈ അൽമായ സിനഡ് എന്നതിലാണ് എൻ്റെ ആത്മസംതൃപ്തി. അത് ഞങ്ങളുടെ വൈദികരുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് ദൈവാനുഗ്രഹമാണ്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു നിറവാണ്. കാരണം നമുക്കറിയാം, ഈ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സിനഡ് ഓൺ സിനഡാലിറ്റി തുടങ്ങിയത് 2021 2021 തുടങ്ങി വെച്ച ആ കാര്യം കരട് രേഖ പ്രസിദ്ധീകരിച്ച് എല്ലാ പ്രാദേശിക സഭകളിലും വ്യത്യസ്ത കാര്യമുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ വൈദികർ, സന്യസ്തർ, അൽമായർ അവരുടെ ഇടയിൽ ചർച്ച നടത്തണമെന്നും ആ ചർച്ചയുടെ റിപ്പോർട്ട് റോമിലേക്ക് അയക്കണമെന്നും പറയുകയുണ്ടായി. അത് സീറോ മലബാർ സഭയിൽ ഒരുപക്ഷെ ചെയ്ത ഏകരൂപത നമ്മുടെ അതിരൂപതയാണ്. നിങ്ങളിൽ പലരും അതിന് പങ്കെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട്, അത് നമ്മൾ കലുഷിതമായ സാഹചര്യത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് കരിയിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മളത് ചെയ്തതെന്ന് ഓർക്കണം. അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് പേർത്തും എന്ന് വെച്ചാൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെത്രാൻ ഇന്നും പറയുന്നുണ്ട്. ഇപ്പം ഈ ദിവസങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ പുതിയ തൊപ്പി വയ്ക്കാൻ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത് എന്ന് പറയുന്ന മെത്രാപ്പോലീത്ത പോലും, അതെ മെത്രാപ്പോലീത്ത ഉണ്ട്. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് ആവർത്തിച്ച് പറയുന്നവർ എന്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ട ഈ ഗ്രാസ് റൂട്ട് ലെവൽ ചർച്ച ഈ സിനഡ് ഓൺ സിനഡാലിറ്റിയെ കുറിച്ചുള്ള സിനഡിന് വേണ്ടി നടത്തിയില്ല എന്ന് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വത്തിക്കാനിലെ ഞാൻ വളരെ കൃത്യമായിട്ടൊരു പേപ്പറായിട്ട് ഞാൻ അവതരിപ്പിച്ചു, കാരണം കൈവിട്ടു പോകാതിരിക്കാനാണ്. വത്തിക്കാനിലെ മജിസ്റ്റേരിയം മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തേണ്ടത്, മറിച്ച് പ്രാദേശിക സഭകൾ തനതായ സംസ്കാര പരിസരത്താണ് പല കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് വളരെ കൃത്യമായി ഈ അന്തിമ രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവന്ന സത്വാർത്ഥ ശിക്ഷരെ അറിയിച്ച മറിയം മഗ്ദലനയെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല, നമ്മുടെ സ്ത്രീജനങ്ങൾ ശ്രദ്ധിക്കണം, ദി അപ്പോസൽ ഓഫ് ദി അപ്പോസൽസ് എന്ന് ഈ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് മേരി മാഗ്ദലിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കുക, ഒരു സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന, അതുകൊണ്ടാണ് ഇന്ന് വത്തിക്കാൻ കൂരിയയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുന്ന സമയത്ത് 26% പേർ സ്ത്രീകളാണ്. ഒരു കാലത്ത് നമുക്ക് ചിന്തനീയമായിരുന്നില്ല. മാത്രവുമല്ല, വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ഇപ്പോൾ സിസ്റ്റർ റഫേല പെത്രീനയും സമർപ്പിതർക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രീഫെക്ട് സിസ്റ്റർ സിമോണ പ്രംബില്ലയുമാണെന്നതും ശുഭദോദർക്കമായ ഒരു വാർത്തയാണ്. ഇനി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുറന്നിട്ട ദൈവജന സംസ്കാരത്തിന്റെ വ്യാപനമാണ് ഈ അന്തിമരേഖ എന്നത്. ഇനി മാത്രമല്ല, നിങ്ങൾ ഈ അന്തിമരേഖയിൽ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യം, കാത്തലിക് എന്നുള്ള പദം അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ക്രിസ്ത്യൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ക്രിസ്ത്യൻ, അതായത് സഭയിൽ ദൈവജനത്തിന്റെ അടിത്തറ മാമോദീസയാണ്. മാമോദീസ വഴി നമ്മൾ എല്ലാവരും ദൈവമക്കളായി തീരുന്നു. ഇവിടെ പിന്നെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ദളിതനെന്നോ ഉന്നത കുലജാതനെന്നോ മാർപ്പാപ്പയെന്നോ മെത്രാനെന്നോ വൈദികനെന്നോ കന്യാസ്ത്രീ എന്നോ മറ്റു വേർതിരിവില്ല. എല്ലാവരും ദൈവജനത്തിന്റെ ഭാഗമാണ്, തുല്യരാണ്.
പിന്നെ തീർച്ചയായിട്ടും ദൈവവിളി അനുസരിച്ചുള്ള ശുശ്രൂഷ ദൗത്യം ഓരോരുത്തർക്കും ഉണ്ട്. അത് ദൈവജനത്തിന്റെ ക്ഷേമത്തിനും സമഗ്രതയ്ക്കും വേണ്ടിയിട്ടാണ്. അത് ഇനി മാത്രം മറ്റൊരു കാര്യം, കുർബാനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക, പ്രത്യേകിച്ചുള്ള പദങ്ങൾ സിനാക്സിസ് ആൻഡ് സിനദോസ് തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് ഈ ഡോക്യുമെന്റ് പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? കുർബാന അർപ്പിക്കാൻ കൂടുന്ന അസംബ്ലിയും സിനഡിന്റെ അസംബ്ലിയും ഒന്നാണ്. ലിറ്റർജിയും സിനഡാലിറ്റിയും കൂടി ചേരുമ്പോൾ ഓരോ പ്രാദേശിക സഭയും ജീവിക്കുന്ന സംസ്കാരത്തിന് ഉതകുന്ന കുർബാന അർപ്പണ ശൈലി സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് സിനഡ് രേഖ പറയുന്നു. കേട്ടോ, നമ്മുടെ ഓരോ പ്രാദേശിക സഭയും നമ്മൾ എവിടെയാണോ റൂട്ടഡ്, എവിടെയാണോ വേര് പിടിച്ചിരിക്കുന്നത്, ആ സംസ്കാരത്തിന്റെ ശൈലി കുർബാനാർപ്പണത്തെ ശൈലിയിലും വേണം എന്ന് പറയുന്നു. സിനഡാലിറ്റിക്ക് വാസ്തവത്തിൽ ഒരു 3D ഡയമെൻഷൻ ഈ ഡോക്യുമെന്റ് കൊടുക്കുന്നത്. എന്താണ് 3D ഡയമെൻഷൻ? ഡയലോഗ്, ഡിസൈൻ ആൻഡ് ഡിസിഷൻ. ഞാനത് പറയുന്നില്ല. ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് നോക്കുക. ഇപ്പോൾ മീഡിയ കമ്മീഷനെ കുറിച്ചൊക്കെ പറഞ്ഞില്ല. ഇതിൽ പറയുക, അടിച്ചമർത്തലത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അനീതിയുടെയും അസത്യത്തിൻ്റെയും അത്യാധുനിക സംസ്കാരത്തെ അടിമുടി വിമർശിക്കുന്ന പ്രവാചക ശബ്ദമായി മാറാൻ സിനഡാലിറ്റി ദൈവജനത്തെ സഹായിക്കും. അങ്ങനെ പ്രവാചക ശബ്ദമായി മാറണമെങ്കിൽ ആദ്യം സഭയ്ക്കുള്ളിൽ തന്നെ ഒരു ശുദ്ധി കലശം നടക്കണം. അതിനാൽ സഭയിലെ അധികാരികളോ സഭ നിയമിച്ച വ്യക്തികളോ ലൈംഗികമായോ ആത്മീയമായോ സാമ്പത്തികമായോ അധികാരത്തിന്റെ അതീശത്താലോ മനസാക്ഷിയുടെ തലത്തിലോ ആരെയെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെയോ സമൂഹത്തെയോ കേൾക്കുകയും വേണ്ടി വന്നാൽ അവരോട് പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തുകൊണ്ട് സഭയ്ക്കുള്ളിൽ നീതിക്കിടം നൽകണം എന്നീ ഡോക്യുമെന്റ് പറയുന്നു. ഇവിടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമാരുടെ മുന്നേറ്റം നടത്തുന്ന സിനഡിനെ തള്ളിക്കളയുന്ന സെന്റ് തോമസ് മൗണ്ടിലെ മീഡിയ കമ്മീഷൻ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ 8 വർഷമായി അധികാരികളാൽ വെറുക്കപ്പെട്ടവരും വേട്ടയാടപ്പെട്ടവരുമാണ് അതിരൂപതയിലെ വൈദികരും അൽമായരും. പ്രശ്നം എന്തായിരുന്നു? അതിരൂപതയിലെ നൈയാമികമായ സംവിധാനങ്ങളെ ചതിപ്രയോഗങ്ങളിലൂടെ തകർത്തെറിഞ്ഞ് വേരി തന്നെ വിളവ് തിന്നപ്പോൾ ചോദ്യം ചോദിച്ചതാണ് ആദ്യത്തെ അപരാധം. യാതൊരു സിനഡാലിറ്റിയും കൂടാതെ കുർബാനാർപ്പണ രീതിയെക്കുറിച്ച് തീരുമാനമെടുത്തതിനെ തിരസ്കരിച്ചതാണ് നമ്മൾ ചെയ്ത രണ്ടാമത്തെ അപരാധം. ഇവിടെ അപരാധം ചെയ്തവരെ മാന്യന്മാരായും ചോദ്യം ചെയ്തവരെ വിമതരുമാക്കി തീർത്തു. ക്രിസ്തുവിന്റെ സഭയിൽ ആപത്ത് വന്നപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചവരെ ശിക്ഷിക്കാൻ തുനിഞ്ഞതാണോ ക്രൈസ്തവീയത എന്ന ചോദ്യം പ്രസക്തമല്ലേ? അധികാരികൾ ഈ അതിരൂപതയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങളും വൈദികർക്കെതിരെ ഉയർത്തിയ അപകീർത്തിപരമായ കല്ലുവെച്ച നുണകളും അതിരൂപതയിലെ ദൈവജനത്തെ എന്തുമാത്രം മെത്രാന്മാരിൽ നിന്നും അധികാരികളിൽ നിന്നും അകറ്റിയിട്ടുണ്ടെന്ന് സീറോ മലബാർ സഭയിലെ മീഡിയ കമ്മീഷൻ പഠനം നടത്തട്ടെ. കൂട്ടത്തിൽ പാവം ഫ്രാൻസിസ് മാർപ്പാപ്പയെ അസത്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചതും ആരാണെന്ന് അന്വേഷിക്കട്ടെ. അതല്ലേ ഓൺ സെന്റ് തോമസിലെ മീഡിയ കമ്മീഷന്റെ ആത്മാർത്ഥത തെളിയിക്കേണ്ട ഇടങ്ങൾ. സഭയിൽ ദൈവജനം ഒപ്പം നടക്കണമെങ്കിൽ മുറിവേറ്റ ബന്ധങ്ങളെ എങ്ങനെ സൗഖ്യപ്പെടുത്തണമെന്ന് സിനഡാലിറ്റിയെ കുറിച്ചുള്ള ഡോക്യുമെന്റ് കൃത്യമായി പറയുന്നുണ്ട്. അത് വായിച്ച് പഠിക്കാനും ചർച്ച ചെയ്യാനും സീറോ മലബാർ സിനഡ് മെത്രാന്മാർ ധൈര്യം കാണിച്ചാൽ കൂടുന്നുണ്ടല്ലോ ഒരു ഉടൻ തന്നെ. ഇതിന് ധൈര്യം കാണിക്കട്ടെ. ഈ സഭയിൽ ഇന്നുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാവും. മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് പോലും ദൈവജനത്തിന്റെ വലിയ ശബ്ദം കേൾക്കണമെന്ന് ഈ അന്തിമരേഖയിലെ 70-ാം ഖണ്ഡിക പറയുന്നു. നിങ്ങളിവിടെ പറഞ്ഞ സാധനമാണ് മെത്രാന്മാരെ ഈ രേഖയിൽ പറഞ്ഞിരിക്കുക. മെത്രാന്മാർ പ്രവർത്തിക്കേണ്ടത് ഈ പ്രാദേശിക സഭയിലാണെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്നതിൽ ദൈവജനത്തിന്റെ വലിയ ശബ്ദം കേൾക്കണമെന്ന് പറയുക. ഡോക്യുമെന്റിന്റെ 77-ാം ഖണ്ഡികയിൽ ദൈവജനത്തിന്റെ പങ്കാളിത്തം സഭയിൽ ഉറപ്പുവരുത്താൻ വേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സിനഡിൽ ആ രേഖയിലുണ്ട്. 1, സഭയിലെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയുടെ എല്ലാ തലത്തിലും അൽമായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഡ്രാഫ്റ്റിംഗ്, മേക്കിംഗ് ആൻഡ് കൺഫേമിംഗ് ഡിസിഷൻ. 2, രൂപത ആസ്ഥാനത്തും സ്ഥാപനങ്ങളിലും സെമിനറികളിലും ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മറ്റും അൽമായരുടെ സാന്നിധ്യവും സജീവ പങ്കാളിത്തവും ഉറപ്പുവരുക. സെമിനാരിയിൽ തൂപ്പ് അടിക്കാനോ അതിൽ നിന്നല്ല, ഡിസിഷൻ എടുക്കുന്ന മേഖലയിലുള്ള പങ്കാളിത്തമാണ് ഈ പറയുന്നത്. സഭയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ
ദൈവജനത്തിന്റെ സജീവ പങ്കാളിത്തത്തെക്കുറിച്ച് വ്യക്തതയില്ല. എല്ലാം കൺസൾട്ടേറ്റീവ് ബോഡി, വൈദിക സമിതി കൺസൾട്ടേറ്റീവ് ബോഡി, പാസ്റ്റർ കൗൺസിൽ കൺസൾട്ടേറ്റീവ് ബോഡി. ഞാൻ പറയുന്നതല്ല, ഈ ഡോക്യുമെന്റ് പറയുന്നതാ, എല്ലാം കൺസൾട്ടേറ്റീവ് ബോഡിയാ. അതിനാൽ ഈ ഡോക്യുമെന്റിന്റെ വെളിച്ചത്തിൽ അത്തരം കാനോനിക നിയമങ്ങൾ പുനഃപരിശോധിച്ച് നവീകരിക്കണമെന്ന് പറയുന്നിടത്ത് സിനഡാലിറ്റിയെ കുറിച്ചുള്ള ഈ അന്തിമ രേഖ വളരെ പ്രധാനവും ഗൗരവവും ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കും. അവർ കാനലോയിൽ മാറ്റം വരുത്തണമെന്ന് ഈ ഡോക്യുമെന്റ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ എത്ര ശക്തമാണെന്ന് നോക്കുക. ട്രാൻസ്പാരൻസി, നിങ്ങൾ നോക്കുക, ട്രാൻസ്പാരൻസി. അൽമായ മുന്നേറ്റത്തിന്റെ തുടക്കം എന്തായിരുന്നു? ട്രാൻസ്പാരൻസി മൂവ്മെന്റ്. ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ഇവാലുവേഷൻ. ഇവയില്ലാതെ സഭയ്ക്ക് അത്യാധുനിക ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയില്ലെന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. ആരെയും ഭയപ്പെടാതിരിക്കണമെങ്കിൽ സത്യവും നീതിയും സുതാര്യതയും നമ്മുടെ കൈമുതലാകണം. അതിരൂപതയിലെ അൽമാരിൽ നിന്നും ആഗോള കത്തോലിക്ക സഭയിലേക്ക് പടരട്ടെ. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. അത് മാത്രമാണ് ഈ ഡെലഗേറ്റ്, ഈ 2 ദിവസത്തെ നമ്മുടെ ഈ കൂടിവരവ്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി ഈ വെട്ടം ഈ സഭയിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും തീരുമാനമെടുക്കുന്ന ഒരു ശക്തിയായി ഈ സഭയിലെ അൽമായർ കേവലം പ്രാർത്ഥിക്കാനും പണം കൊടുക്കാനും വേണ്ടി ടു പ്രേ മാത്രമല്ല, we are the church. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു, the people of God. ദൈവജനമാണ് സഭ. ആ ശക്തി, അതാണ് ശക്തി. അതേ ആ ഒരു മുഴക്കമുണ്ടല്ലോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ, ദൈവജനമാണ് സഭ. അതാണ് ഈ റിന്യൂവൽ സെന്ററിന്റെ ഈ ഹാളിൽ മുഴങ്ങി കേൾക്കുന്നത്. ഈ മുഴക്കം ഒരു ഇടിമുഴക്കമായി മാറട്ടെ. ഇത് സത്യത്തിന്റെയും നീതിയുടെയും ക്രൂശിതനായ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വത്തിന്റെ ഒരു കൂട്ടായ്മയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഈ ഇത്തരം മനോഹരമായി, ഇത് പൂർണ്ണമായും അൽമായരുടെ ഒരു സിനഡാണ്. കാരണം ഞങ്ങൾക്ക് ആർക്കും ഇതിൽ പങ്കില്ല. എന്ന് വെച്ചാൽ നോ ക്ലെരിക്കലിസം. അൽമായർ പച്ചയായ മനുഷ്യരാണ് നിങ്ങൾ. നിങ്ങളുടെ ആ ജീവിതത്തിന്റെ പച്ചപ്പിൽ നിങ്ങൾ കെട്ടിപ്പടുത്തിയ ഈ അൽമായ സിനഡ് ദീർഘനാൾ ഈ സഭയിൽ വെളിച്ചവും പുതിയ പ്രകാശവും പുതിയ കാറ്റും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. വളരെ സുപ്രധാനമായ ഒരു ഏടിന്, ആ ഏടിൻ്റെ ആദ്യഘട്ടത്തിന് ഇവിടെ അന്ത്യമാവുകയാണ്. ഇത് ആദ്യഘട്ടം കൊണ്ട് തീരുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എഴുതി തന്ന മുഴുവൻ അഭിപ്രായങ്ങളും നമ്മളിവിടെ ക്രോഡീകരിച്ച് നമ്മളൊരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2ാം ഘട്ടം, ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേറ്ററി ഘട്ടമാണ്, പ്രിപ്പറേഷൻ മാത്രമാണ്. ഇതിൻ്റെ 2ാം ഘട്ടം ഇതെങ്ങനെ ഇതൊരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന ഘട്ടമാണ്. അതിന് നിയുക്തമായ കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ തന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആ അഭിപ്രായത്തിൽ നിന്ന് രൂപീകരിച്ച കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ ഫൊറോനകളിലും ഇതുപോലെയുള്ള ഒരു അൽമായ സിനഡ് നടത്തിക്കൊണ്ട് നമ്മൾ അവരെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. യേശുനാഥൻ 12 പേരെയും പിന്നീട് 72 പേരെയൊക്കെ ചുമതലപ്പെടുത്തി വിട്ടതുപോലെ ഈ മുഴുവൻ സദസ്സിനെയും തമ്പുരാൻ കർത്താവ് ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. നിങ്ങളുടെ ഇടവകയിൽ ഈ ആശയം നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടതാണ്. ഈ ആശയം പറഞ്ഞു തന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഈ ആശയം നിങ്ങളുടെ ഇടവകകളിൽ പോയി നിങ്ങൾ സംസാരിക്കേണ്ടതാണ്. നിങ്ങളുടെ പാരിഷ് കൗൺസിലുകളിൽ നിങ്ങൾ സംസാരിക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബ യൂണിറ്റുകളിൽ നിങ്ങളിത് ചർച്ചയാക്കേണ്ടതാണ്. അതിനുശേഷം എല്ലാ ഫൊറോന കൺവീനർമാരും വരുന്ന നാളുകളിൽ ഓരോ ഫൊറോനകളിലും ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കും. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. മുണ്ടാണ്ണത്തിന് പേര് വളരെ വിപുലമായ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും വെളിച്ചത്തിൽ കൂടിയാലോചന നടത്തുന്ന 2ാം ഘട്ടം നമ്മൾ പിന്നീട് സംഘടിപ്പിക്കുകയും ചെയ്യും.
അങ്ങനെയല്ലേ ബിനു പ്ലാൻ ചെയ്തിരിക്കുന്നത്? അങ്ങനെ നമ്മൾ സംഘടിപ്പിക്കും. ആ രണ്ടാം ഘട്ടത്തിൽ നിന്ന് നമ്മൾ ക്രോഡീകരിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേകിച്ചും നടപ്പിൽ വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ മറ്റ് സംവിധാനങ്ങൾ ആവിഷ്കരിക്കുക എന്നതായിരിക്കും അൽമായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാകും. മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ പ്രഖ്യാപനത്തിലൂടെ ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. കാരണം അത്രമേൽ ശക്തമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കും. ഒരു ഫാദർ ടൈജു തളിയത്ത് എന്ന് പറയുന്ന ഫാദർ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് 2016 അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട് ഇതിനകത്ത്. 2016 ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിനകത്ത് 2016 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു അച്ഛൻ അത് എഴുതി വെച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു മാറ്റം ആവശ്യമാണെന്ന് അന്നേ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2016 തന്നെ. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സഭയ്ക്കകത്ത് ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിത്തിടാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. ബസിലിക്ക പൂട്ടിയിട്ട് വരുന്ന ശനിയാഴ്ച 1000 ദിവസം തികയാണ്. ആ ശനിയാഴ്ച വൈകുന്നേരം ബസിലിക്കയുടെ മുറ്റത്ത് ഈ സീറോ മലബാർ, ആ സമയത്ത് സീറോ മലബാർ സഭ സിനഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മൗണ്ടിൽ. ആ സിനഡ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസിലിക്കയുടെ മുറ്റത്ത് അൽമായ മുന്നേറ്റത്തിൻ്റെ 1000 പ്രതിനിധികളെങ്കിലും കൂടിച്ചേർന്ന് ഒരു പ്രതിഷേധമുണ്ടാക്കി അത് സഭയെ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരെ, ചിന്നപ്പള്ളി അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വൈദികരെടുത്ത് പറയണം, അന്നത്തെ ദിവസം സാധിക്കുന്നത്ര വൈദികരും വരണം. കാരണം ബസിലിക്ക നമ്മുടെ ഹൃദയത്തിനായിട്ടൊരു മുറിവാണ്. ബാക്കി എല്ലാ ഇടവകളിലെയും എല്ലാ കാര്യങ്ങൾക്കുമൊക്കെ ഏകദേശം സമനമായി, എന്നിട്ട് ബസിലിക്ക ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാനാവില്ല. നിങ്ങളിൽ ചില വൈദികരെങ്കിലും കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവിനെയും പാമ്പ്ലാനി പിതാവിനെയും ഒക്കെ സ്വന്തം ഇടവകയിലേക്ക് കുർബാന ചൊല്ലാൻ വേണ്ടി ക്ഷണിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. 1-2 സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അൽമായ മുന്നേറ്റം പ്രവർത്തകരുടെ പ്രതിഷേധം കൊണ്ട് അത് നടന്നില്ല. എങ്കിലും തട്ടിൽ പിതാവ് കൊരട്ടിപ്പള്ളിയിലൊക്കെ പോയി കുർബാന ചൊല്ലി. ഞാൻ പറഞ്ഞു വന്നത്, ബിഷപ്പുമാരോട് നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ബസിലിക്ക തുറന്നൊരു കുർബാന ചെല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ചെല്ലാതെ അത് നമ്മൾ പറയണ്ടേ? തീർച്ചയായിട്ടും ആദ്യം ബസിലിക്ക തുറക്കട്ടെ, എന്നിട്ട് വേണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വേറെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഈ കുർബാന, സിനഡ് കുർബാനയുടെ സമയത്താണെങ്കിൽ പോലും കുർബാന ചെല്ലാൻ അവർ പറയാൻ, അവരതിനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഞാൻ പറഞ്ഞത്, ഈ തീരുമാനമായിട്ട് ഇത്രയും ദിവസമായി അവർക്ക് ബസിലിക്ക തുറക്കണമെന്നുള്ളത് ഒരാവശ്യമാണ് എന്ന് ഇതുവരെ പലവട്ടം ചർച്ചയ്ക്ക് പോയ ഞാനടക്കമുള്ള വൈദികരടക്കമുള്ള ആളുകൾക്ക് തോന്നിക്കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. അവര് they have not bothered. കഴിഞ്ഞ ദിവസം ആരോ അവിടെ സംസാരിച്ച് അവിടെ ചെന്നപ്പോ മത്തായി മുതലേറ്റി സമ്മതിക്കുന്നില്ല ബസിലിക്ക തുറക്കാനെന്ന് ഒരാള്. ഞാൻ പറഞ്ഞത്, ഒരു അധികാരി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അത്തരം വിടുവായത്തങ്ങളൊന്നും നമ്മളോട് വേണ്ട എന്ന് നമ്മൾ ശക്തമായി പറയേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും. ഏറ്റവും കുറഞ്ഞത് 1000 പേരെങ്കിലും ആ ബസിലിക്കയുടെ മുറ്റത്ത് അന്ന് ഒരുമിച്ച് കൂടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ദിവസം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യമായി സംസാരിക്കാം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ അൽമായ സിനഡിൻ്റെ ഒരുക്കത്തിനായി നമ്മൾ വിവിധ ഇടവകകളെ സമീപിച്ചു. അപ്പോൾ നമുക്ക് സാമ്പത്തികമായ ഒരുക്കം ആവശ്യമായിരുന്നു, നമുക്ക് വരാൻ പറ്റുന്ന ഡെലിഗേറ്റ്സിനെ കണ്ടുപിടിക്കൽ ആവശ്യമായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ നടന്നു. അത് നടന്ന സമയത്ത് ചില ഇടവകകളിൽ, ചില ഫൊറോനകളിൽ, ആ ഫൊറോനകളിൽ ഇത് നമ്മൾ തീരുമാനിച്ച ഒരാഴ്ചക്കുള്ളിൽ ആ ഫൊറോനകളിലെ ഡെലിഗേറ്റ്സിനെ തീരുമാനിച്ചു കഴിഞ്ഞു.
ആ ഫൊറോനകളിൽ നിന്ന് 25,000 രൂപ കളക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഫൊറോനയിൽ നിന്ന് കളക്ഷനൊക്കെ ആയിട്ട് 35,000 50,000 രൂപ വന്നു കഴിഞ്ഞു വളരെ പെട്ടെന്ന്. അങ്ങനത്തെ കുറച്ച് ഫൊറോനകളുണ്ട്. എന്നാൽ ചില ഫൊറോനകൾക്ക് അത്ര എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ആലോചിച്ചത് എന്തുകൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് മറ്റിടത്തത് സാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് മനസ്സിലായ ഒരു കാര്യം, എത്തിപ്പെടാൻ പറ്റിയ ഫൊറോനകളിലെല്ലാം ആ ഫൊറോനകളിലെ എല്ലാ ഇടവകകളിലും അൽമായ മുന്നേറ്റത്തിൻ്റെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയവരാണ് അവരെല്ലാവരും ഇന്ന് തിരിച്ചു വന്നു എന്നുള്ളതാണ്. വലിയൊരു കയ്യടി കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ കാരണം അവരുടെയൊക്കെ ഉള്ളിൽ ഇതൊരു ആവേശമായി ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൂരങ്ങൾ സഞ്ചരിച്ച് പാതിരാത്രിയായി ദൂരങ്ങൾ സഞ്ചരിച്ചു പോയി വീണ്ടും വെളുപ്പിന് ഇതിൽ പലരും വെളുപ്പിന് 6:30 മണിയുടെ കുർബാനയ്ക്ക് മുമ്പ് ഇവിടെ എത്തിയവരാണ്. അങ്ങനെ ഇത്രയും ആളുകൾ എത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായി നമ്മൾ കാണുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സൗഹൃദത്തിനും നിങ്ങളുടെ ഈ വിഷയത്തോടുള്ള ആത്മാർത്ഥതയ്ക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ളവരെ, വേദിയിൽ കയറാത്ത ആളൊന്നുമില്ല. ഒരു 5-8 വർഷമായിട്ട് വേദിയിൽ തന്നെയായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തത് തൃക്കാക്കര കാർഡിനൽ ഹൈസ്കൂളിലെ HM ആയിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നിട്ടില്ല എന്ന് തന്നെ പറയാം. വിമൺ വെൽഫെയറിൻ്റെ അതിരൂപത സെക്രട്ടറി ആയിരുന്നു 2 വർഷം. അതിനുശേഷം 2 വർഷം പ്രസിഡൻ്റായിട്ട് സേവനം ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ KCBC വിമൺ കമ്മീഷൻ്റെ സോണൽ സെക്രട്ടറി ആയിട്ട് 6 വർഷം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പല നാഷണൽ ക്യാമ്പുകളിലും ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തും വേദിയിൽ ഇതേപോലെ സഹകരിക്കേണ്ട സമയങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഈ ഒരു സംഗമത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിചാരിതയിലൂടെ വന്ന ആളാണ്. എനിക്ക് പകരം വേറൊരാളാണ് വരേണ്ടിയിരുന്നത്. ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. ആൾക്ക് പനി പിടിച്ചു. അതുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടു, എന്നോട് റിക്വസ്റ്റ് ചെയ്തു, കാലുവരെ പിടിച്ചു വരാം. ഞാൻ എൻ്റെ ഇടവകയിൽ പാരിഷ് കൗൺസിൽ സെക്രട്ടറിയാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ അർഹതപ്പെട്ട് പോരാൻ പറ്റിയ ഒരാളാണ്. മഞ്ഞളി അച്ഛനാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ. അച്ഛനും വിളിച്ചു, ടീച്ചർ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാണ്, ദൈവം വരച്ചു തന്നൊരു വഴിയാണെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കണേ. എൻ്റെ ഈ വരവ് എനിക്ക് ഇവിടുന്ന് ഇപ്പം മാത്സ് ടീച്ചറായിരുന്നു ഞാൻ. ഇപ്പം മാത്സിൻ്റെ കുറേ വിവരം എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ വനിതകളുടെ ശാക്തീകരണം ആ വഴിയും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് കുറച്ചൊക്കെ വിട്ടുപോയത് എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഈ വഴിയാണ്. അതായത് ചരിത്രം, നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ, ഞാൻ വലിയൊരു ഗ്രൂപ്പിലൂടെ ഒരു മെമ്പറാണ് അൽമായ. അതുകൊണ്ട് ഇവിടെ പ്രസംഗിച്ച എല്ലാവരെയും കുറിച്ച് ഒരു പരിധിവരെയൊക്കെ എനിക്ക് നല്ല അറിവുണ്ട്. പക്ഷെ അതൊക്കെ ആഴത്തിലേക്ക് ഇറങ്ങി ഒരു വിവരം എനിക്കില്ല എന്ന് തന്നെ പച്ചയായിട്ട് പറയാണ്. പ്രത്യേകിച്ച് ഒരു കയ്യടി കൊടുത്തിട്ട് എല്ലാവരോടും എല്ലാം നന്ദി പറയാൻ തന്നെ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു. ഞാൻ എറണാകുളം വാഴക്കാല സെൻറ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ബേസിക്കലി പാലായിൽ നിന്ന് വന്നയാളാണ്. ഇവിടെ കല്യാണം കഴിച്ച് വന്നതാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാവരും ബാക്കി രൂപതകളിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നതിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളെയും എൻ്റെ സഹോദരൻ, ഞങ്ങൾ 9 മക്കളുള്ളതിലെ ഒരാളാണ് ഞാൻ, എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. ഇന്നലെ തന്നെ ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചത്, നീ മാർപ്പാപ്പയാകാൻ പോവുകയാണെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാർപ്പാപ്പയല്ല, മാർപ്പാപ്പയുടെ തൊട്ട് താഴെ ആകാനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം അന്ന് പറഞ്ഞതുപോലെ ഞാൻ അൽമായ മുന്നേറ്റം തുടങ്ങിയ കാലങ്ങളിൽ തന്നെ, ഈ രൂപതയിൽ മൂവ്മെൻറ്റ് തുടങ്ങിയ കാലങ്ങളിൽ തന്നെ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഔദ്യോഗികമായ ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്. ഇന്നും വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇന്നലെയും ഇന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ നിന്നും എനിക്ക് കുറേ അറിവുകൾ കിട്ടി. അതോടൊപ്പം തന്നെ ഇനിയും ഞാൻ കുറച്ചധികം കൂടി പഠിക്കാനുണ്ട് എന്നും എനിക്ക് തിരിച്ചറിവുണ്ടായി. ഇനിയും മുന്നോട്ടുള്ള അതുപോലെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെനിക്ക് അവസരം നൽകിയ എല്ലാവരെയും നന്ദിയോടെ, വക്കച്ചൻ ചേട്ടനാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇതിന് അവസരം തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ സമയത്തിനും അനുസരിച്ച് ഇതിനോട് മുന്നോട്ടുള്ള കാര്യങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതുപോലെ തന്നെ സാധിക്കുന്നിടത്തോളം ഞാൻ സഹകരിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. കത്തോലിക്ക സഭയിൽ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒട്ടനവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു രൂപതയാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും സിനഡും സിനഡാലിറ്റിയും ഒക്കെ മറ്റു രൂപതകളിലും ക്രൈസ്തവരുടെ ഇടയിലുമൊക്കെ പുസ്തകങ്ങളിലും ബുക്കുകളിലും പേജുകളിലുമായി മാത്രം മാറുമ്പോൾ അൽമായ സിനഡ് എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് ഇന്നിവിടെ സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിച്ചതിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് കാരണക്കാരായിട്ടുള്ള അൽമായ മുന്നേറ്റത്തിന് കെസിവൈഎം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കുടുംബത്തിന്റെ ഹൃദയ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. അൽമായ സിനഡിന്റെ ആദ്യഘട്ടത്തിൽ നമ്മളിവിടെ പൂർത്തീകരിക്കുന്നു. ആദ്യമേ എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ളവരെ എല്ലാവരും സൂചിപ്പിച്ചു. ഈ വേദി ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് സാക്ഷിയാണ് ഈ അൽമായ മുന്നേറ്റത്തിന്റെ അൽമായ സിനഡ് എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ളതിന് ഉദാഹരണം. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, രണ്ടാം ഘട്ടം നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഈ വേദിയിൽ നിങ്ങളോട് ഏവരോടും പറയുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹപൂർവ്വം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. ജെറിനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യത്തിൻ്റെ മുന്നണി പോരാളികളായിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും കത്തോലിക്ക സഭയുടെയും ചരിത്രത്തിൽ രേഖപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് കണക്കാക്കുകയാണ്. പല കേഡർ പാർട്ടികളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സംഘാടക മികവിനെ ഈ അവസരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത CLCക്ക് വേണ്ടി പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ ഷൈബ് സാർ ഇവിടെ ഇന്നലെ പോയവരൊക്കെ ഒന്ന് തിരിച്ചു വന്നവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും അത് തിരിച്ചു വന്നത് ഈ അതിരൂപതയോടും കത്തോലിക്ക സഭയോടുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയാണ് എന്നുകൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് എല്ലാ പ്രാവശ്യവും ഈ മുണ്ടാടനച്ചനും പിന്നെ ഇതുപോലെ അൽമായ മുന്നേറ്റത്തിൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോ മീറ്റിങ്ങുകളും പറയുന്നത് കൊണ്ട് ഒരു കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിൽ ചെന്നാൽ പോലും വരുന്നവനും പോയവനും ആദ്യം രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം ഈ രൂപതയിൽ സജീവമായതുകൊണ്ട് കുറേ ആളുകളെങ്കിലും ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചും അറിയാനും അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ്. അതിന് ഈ അവസരത്തിൽ പ്രത്യേകം ആ ഒരു എഫേർട്ടിന് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിക്കുകയാണ്. ഞാനിവിടെ വരുമ്പോൾ ഓരോ ഗ്രൂപ്പുകളും അവരവരുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയത് കാറ്റഗിസത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ഞാനൊരു കാറ്റഗിസം പഠിപ്പിക്കുന്ന ആള് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരിക്കണം എന്നുള്ളത് കാലാകാലങ്ങളിൽ വരുന്ന ഈ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളവരോടൊക്കെ ഞങ്ങൾ അധ്യാപകർ ഇതിനെ പറഞ്ഞു വിടുന്നതാണ്. അത് പക്ഷേ ഇവിടെ മാത്രം ഒതുങ്ങേണ്ടത് ഒന്നല്ല എന്ന് പറഞ്ഞ് അതിങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും ജനശ്രദ്ധയെ ആകർഷിച്ച ഈ ഒരു അൽമായ സിനഡ് ആ ഒരു കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം, ഒരു ചുവടുവയ്പ് നടത്തുന്നു എന്നുള്ളത് നമ്മളെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ അറിയിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മുടെ തന്നെ ചില രൂപതയുടെ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും പൊതുവെ അതൊക്കെ ചിലരുടെ മാത്രം സ്വകാര്യ സ്വത്തായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത. ഞാനൊരു ചെറിയ അനുഭവം പറയാം. ഞാൻ CLCയുടെ ഫൊറോന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വേറെ സ്ഥാപനം നമ്മുടെ LF ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് CLCയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത ശതമാനം ഫീസ് ഇളവ് കൊടുക്കണമെന്ന് ഞാൻ അന്നത്തെ ഡയറക്ടറായിരുന്ന ആളോട് പറഞ്ഞു. പേരൊന്നും പറയുന്നില്ല. പക്ഷെ വളരെ മോശം ഒരു പ്രതികരണമാണ് ഉണ്ടായത് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിക്കാതെ വയ്യ.
കാരണം ഈ സംഘടനാ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അറിയാം അതിൻ്റെ പിന്നണിയിൽ എന്തുമാത്രം എഫേർട്ട്, എത്ര ദിവസത്തെ അധ്വാനം ഉണ്ടെന്ന്. ഇപ്പോൾ ഈ പരിപാടി കുറേയൊക്കെ എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ടേ പറയും എന്തുമാത്രം എഫേർട്ട് എടുത്താണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില സമീപനങ്ങൾ നമ്മളുടെ ഈ സംഘടനാ പ്രവർത്തനത്തെയും സഭയോടുള്ള ആഭിമുഖ്യത്തെയും ഒരു മാറ്റി നിർത്തുന്ന ഒരു രീതിയായിട്ട് മാറിപ്പോകുന്നുണ്ട്. അതിനൊരു തിരുത്തൽ വേണം. അതാണ് ഈ പങ്കാളിത്ത സഭയിലൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും ആ ഒരു പങ്കാളിത്ത സഭ എന്ന ആശയത്തിലൂടെ അത് വീണ്ടും മാറി ഒരു സൗഹൃദ സഭയാകുന്നു, അതുപോലെ ഒരു യുവജനപക്ഷ സഭയാകുന്നു, അതുപോലെ ഒരു മതനിരപേക്ഷ സഭയാകുന്നു എന്ന തലത്തിലേക്ക് നമ്മുടെ ഈ ചർച്ചകളും എല്ലാം മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഈ ഒരു മനോഹരമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഞങ്ങളെയൊക്കെ ഇതിൻ്റെ ഭാഗമാകാൻ ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടുമുള്ള CLC എറണാകുളം അങ്കമാലി അതിരൂപതയോടെ നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായ പിന്തുണ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JCC. ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് അൽമായ മുന്നേറ്റത്തിന്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പ്രതിനിധികൾക്കും ഇവിടെ നടന്ന എല്ലാ സെഷനുകളിൽ പങ്കെടുത്തവർക്കും നന്ദി അർപ്പിക്കാൻ ഞാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ നന്ദി അർഹിക്കുന്നത് ഈ വേദിയിൽ ഇവിടെ വന്നിരുന്ന് ഈ മുഴുവൻ സമയവും ഈ കസേരയിൽ ഒതുങ്ങിയിരുന്ന് ഇതിൻ്റെ സെഷനുകൾ ശ്രദ്ധിച്ച ബഹുമാന്യരായ ഓരോ ഡെലിഗേറ്റ്സിനുമാണ്. കാലഘട്ടത്തിൽ ചരിത്രം എഴുതുമ്പോൾ ഈ ഡെലിഗേറ്റ്സ് ഇരുന്ന സ്ഥലമാണ് ആദ്യത്തെ ചരിത്രം. അപ്പോൾ ഇവിടെ ഒരു ചരിത്ര രചനയിൽ എത്തിച്ചേർന്ന എല്ലാ ചരിത്ര പുരുഷന്മാർക്കും ഞാൻ ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ്. കൂട്ടായ്മയിലൂടെ കരുത്ത്, സഹയാത്രയിലൂടെ ദൗത്യം എന്ന ആപ്തവാക്യം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണതല്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ 60 വർഷം കഴിയുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അൽമായനെ വിളിച്ച ദൈവജനം, ആ ദൈവജനത്തിന്റെ ഹൃദയത്തുടിപ്പാണ് അൽമായ മുന്നേറ്റമായി അതിന്റെ സിനഡായി ഇന്നിവിടെ ത്രസിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയെ രക്ഷപ്പെടുത്തുവാനുള്ള ദൗത്യത്തിന്റെ വിളിയാണത്. ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തവരാണ് നാം ഓരോരുത്തരും. അതിനെ നയിക്കുന്ന ശ്രീ ഷൈജു ആന്റണിയും നമ്മുടെ സെക്രട്ടറി ശ്രീ ജെറാർഡും ട്രഷറർ ശ്രീ ബോബി ജോണും അതുപോലെ തന്നെ ശ്രീ ബിനു ജോണും നമ്മുടെ അൽമായ മുന്നേറ്റത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും 16 ഫൊറോനുകളെ പ്രതികരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ശ്രീ ഷൈജു ആന്റണിക്ക് ഹൃദയം തുടിക്കുന്ന ഭാഷയിൽ വലിയൊരു കയ്യടിയോടെ ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട മുണ്ടാണ്ണച്ചൻ ഷൈജു ആന്റണിയെ പോലെ തന്നെ അവർക്കൊരു പങ്കാളിത്ത സഭയ്ക്ക് പങ്കാളിയായി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് മുണ്ടാണ്ണച്ചനും. ഷൈജു ആന്റണി വരും, അതുപോലെ തന്നെ മുണ്ടാണ്ണച്ചനും വരുമെന്ന് ദൈവം കാലേക്കൂട്ടി തീരുമാനിച്ചിരുന്നു. രണ്ടുപേരും സമകാലിക സഭയിൽ സമകാലികരായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അത് പൗരോഹിത്യത്തിന്റെ കരുത്തും മാമോദിസ പൗരോഹിത്യത്തിന്റെ കരുത്തും ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ കരുത്തും ഒന്നു ചേർന്നപ്പോൾ ദൈവത്തിന്റെ കരുത്ത്, ത്രിത്വൈക ദൈവത്തിന്റെ കരുത്തിന്റെ കൂട്ടായ്മയുടെ ശക്തിയുടെ പ്രതീകമായി തീർന്നു എറണാകുളം അങ്കമാലി അതിരൂപത. അതിന് തലച്ചോർ നൽകിയ തലയാണ് ഇവിടെ ഇരിക്കുന്നത് കർദിനാൾ പാറക്കട്ടിൽ പിതാവ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വൈദികർക്കും വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയ്ക്ക് വേണ്ടി വൈദിക സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട മുണ്ടാണ്ണച്ചന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഉള്ളവരെ ഈ സെനഡ് രൂപീകരിക്കാൻ കേവലം 3 ആഴ്ചയെ നമുക്ക് ലഭിച്ചുള്ളൂ. ക്രിയാത്മകമായി 15 ദിവസമേ ലഭിച്ചുള്ളൂ. ഇതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ ഒരു യോഗം ചേർന്നപ്പോൾ ഇതിനൊരു സംഘാടക സമിതി തിരഞ്ഞെടുത്തു. ആ സംഘാടക സമിതിയുടെ ആദ്യഘട്ടത്തിലുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്, ഫിനാൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ശ്രീ തങ്കച്ചൻ പേരയിൽ, ശ്രീ ബോബി ജോൺ, അതുപോലെ തന്നെ PRO റിജു. അവർ ഇതിൻ്റെ ഒരു എസെൻഷ്യൽ കമ്മിറ്റിയായി പങ്കെടുത്തു. അവർ അഹോരാത്രം പണിയെടുത്തു. അതിൻ്റെ കൂടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി ശ്രീ അഡ്വക്കേറ്റ് ബിനു ജോൺ മലയിൽ, ശ്രീ ജെമി അഗസ്റ്റിൻ, അതുപോലെ തന്നെ നമ്മുടെ നിമ്മി ആന്റണി ഉൾപ്പെടെയുള്ളവർ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തു. അവരും അതുപോലെ തന്നെ ജനറൽ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ട് ഞാൻ ഉൾപ്പെടെ ശ്രീമതി നിമ്മി ആന്റണിയും അതുപോലെ തന്നെ നമ്മുടെ
ബൈജു കുഞ്ഞുവരം, വർഗീസ് കേദാരത്ത്, പാപ്പച്ചൻ നേവി, സ്കറിയ ആന്റണി മറ്റത്തിൽ, നമ്മുടെ റോക്കി തോട്ടുങ്കൽ, പ്രകാശ് പി ജോൺ, നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. ഇവിടെ 7 സെഷനുകൾ അവതരിപ്പിച്ചു. 7 സെഷനുകൾക്ക് ശ്രീ ഷൈജു ആന്റണി, അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസ് അവതരിപ്പിച്ച ഫാദർ ജോയ്സ് കേതക്കോട്ടിൽ, മിസ്റ്റർ സജീവ് പാറേക്കാട്ടിൽ, രണ്ടാമത്തെ സെഷൻ അവതരിപ്പിച്ച മിസ്റ്റർ ആൽഫസ് പത്രോസ്, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, മിസ്റ്റർ ബിജു തോമസ്, മിസസ് ജെയിനി സംരാജ്, അതുപോലെ തന്നെ നമ്മുടെ 4ാമത്തെ സെഷൻ അവതരിപ്പിച്ച ഫാദർ സിജോ കണ്ണമ്പുഴ, റെസ്പോൺസ് അവതരിപ്പിച്ച പ്രൊഫസർ സാൻജോ തോമസ്, അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ, മിസ്റ്റർ റോബി പട്ടേൽ, അതുപോലെ തന്നെ 5ാമത്തെ സെഷൻ അവതരിപ്പിച്ച ഫാദർ ജോഫി തോട്ടങ്കര, റെസ്പോൺസ് അവതരിപ്പിച്ച അഡ്വക്കേറ്റ് എൽവിസ് വച്ച, ഫാദർ അജി പുതിയപറമ്പിൽ, ശ്രീ സണ്ണി പുതുശ്ശേരി, 6ാമത്തെ സെഷൻ അവതരിപ്പിച്ച ഫാദർ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി, പ്രതികരണങ്ങൾ അർപ്പിച്ച മിസ്റ്റർ ജോസ് മുഴുവഞ്ചേരി, ആൻഡോ മാങ്കൂട്ടത്തിൽ, അഡ്വക്കേറ്റ് ജോർജ് മനേന്ദ്ര. എല്ലാവർക്കും നമ്മുടെ ഈ സെഷന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമൻസ് വെൽഫെയറിൻ്റെ പ്രതിനിധിയായി എത്തിച്ചേർന്ന ശ്രീമതി ജെയിനി ടീച്ചർ, അതുപോലെ തന്നെ ഇവിടെ വേദിയിലിരിക്കുന്ന CLCയുടെ പ്രസിഡന്റ് ശ്രീ ചിനോപ്പി, KCMന്റെ പ്രസിഡന്റ് ശ്രീ ജെറിൻ ബാറേൽ, ഇവിടെ വരാമെന്നേറ്റിരുന്ന CMLന്റെ പ്രസിഡന്റ് ശ്രീ തോമസ്, എല്ലാവരെയും ഞാൻ ഈ അൽമായ മുന്നേറ്റത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഇതിനു വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. പ്രൊഫസർ സാൻജോ തോമസ്, അതുപോലെ തന്നെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ, ഫുഡ് കമ്മിറ്റി ഉൾപ്പെടെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ, ഇതിൻ്റെ അക്കോമഡേഷൻ രജിസ്ട്രേഷന് വേണ്ടി പ്രവർത്തിച്ച വക്കച്ചൻ വാഴക്കാല, ബിജു മാത്യു, അതുപോലെ തന്നെ സ്റ്റേജ് ആൻഡ് ഹാളിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ ബൈജു കുഞ്ഞവര, കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച റോക്കി തോട്ടുങ്കൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തിച്ച ഡോക്യുമെന്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ടി MC-ആയി വന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ MC-ആയി വന്ന ശ്രീമതി നിമ്മി ആന്റണി, അതുപോലെ തന്നെ ഈ സെഷനുകൾക്ക് MC-ആയി നിന്ന ശ്രീമതി മരിയ റാൻസം ഒത്തിരി സമയം അതിനുവേണ്ടി ചെലവഴിച്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റേഷൻ കമ്മിറ്റിയിൽ ഒത്തിരി പേർ സഹായിച്ചിട്ടുണ്ട്. നിരവധി റിസോഴ്സ് പേഴ്സൺസിന് വേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മറ്റൊരു കാര്യം, മറ്റ് രൂപതകളിൽ നിന്ന് വന്ന വ്യക്തികൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികര്, എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. ഏതൊരു പരിപാടിയെയും കൊഴിപ്പിക്കുന്നതും ആ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും മീഡിയയാണ്. എറണാകുളം അങ്കമാലി അതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഏകം മീഡിയ 2 ദിവസമായിട്ട് പൂർണ്ണമായിട്ട് ഇവിടെയാണ്. അവർ പൂർണ്ണാർത്ഥത്തിൽ അവരുടെ പ്രതിനിധികൾ പ്രവർത്തിക്കുന്നു. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം മീഡിയയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചെന്ന ചാനലുകാരുണ്ട്, അവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് ശബ്ദവും വെളിച്ചവും നൽകിയ പ്രിയ സഹോദരങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പാർപ്പിട സൗകര്യം ഒരുക്കി തന്ന റിന്യൂവൽ സെൻ്ററിൻ്റെ ഡയറക്ടർ ജോഷി പുതുശ്ശേരി അച്ഛനും, അതുപോലെ തന്നെ അതിൻ്റെ ക്യാൻറ്റീൻ മനോഹരമായി നമുക്ക് ഭക്ഷണം നൽകിയ ക്യാൻറ്റീനിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അതിന് നമ്മളെ സഹായിച്ച ഏവർക്കും നന്ദി പറയുന്നു. ഇനി ആരെയെങ്കിലും ഞാൻ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം.